എൻ്റെ പേര് സെലിൻ റൂത്ത്. ഞാൻ IIT മദ്രാസിലെ കെമിസ്ട്രി വിഭാഗത്തിലെ 5ാം വർഷ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. 2013 മെഡിക്കൽ എൻട്രൻസിൽ പൊരുതി തോറ്റ ഞാൻ ഇനി എന്തെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. മോനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് ഒരു ജോലിക്ക് പോകണോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന്. അന്നത്തെ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് പഠിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പേന്ന്. അപ്പം വിചാരിച്ചു ഒരു BSc MSc അത് കഴിയുമ്പോൾ അവളൊരു ജോലിക്ക് പോയിക്കോളും. പക്ഷെ ഞാൻ അതും കടന്ന് ഇപ്പോൾ PhD 5ാം വർഷമായി. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും ഇതിപ്പോൾ പഠിച്ചിട്ടും തീരുന്നില്ലല്ലോ. പക്ഷേ ഈ ഗവേഷണ യാത്ര ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. അതിന് ഈ IIT പാലക്കാടിന് ഒരു പങ്കുണ്ട്. 2018 MSc പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എനിക്കിവിടെ ഒരു അവസരം ലഭിക്കുമ്പോഴാണ് ഗവേഷണം എന്നൊരു ലോകം ഞാൻ അറിയുന്നത്. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയെടുത്ത് തന്നെ വന്ന് എൻ്റെ ഗവേഷണ യാത്ര നിങ്ങളുമായി, അതും ഇത്രയധികം ആൾക്കാരായിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ വളരെ യാദൃശ്ചികമായിട്ട് ഈ സയൻസ് ലാമിലൂടെ ഒരവസരം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ ഗവേഷണ യാത്ര അധികം സമയം കളയാതെ 2 കുട്ടി കഥകളായിട്ട് ചുരുക്കി കേട്ടാലോ? ഒരു വലിയ കണ്ടുപിടുത്തം നടത്തണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഗവേഷണം തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ വിചാരിച്ചതൊന്ന്, തുടങ്ങിയത് വേറെ ഒന്ന്, എത്തി നിൽക്കുന്നതോ മറ്റൊന്നില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ കഥയിലേക്ക് പോകാം. പൊട്ടിപ്പോയ ഒരു മഞ്ഞപ്പട്ടം. അങ്ങനെ ഞാൻ എത്തിപ്പെടുന്നത് ജെല്ലിൽ ഗവേഷണം നടക്കുന്ന ഒരു ലാബിലാണ്. ജെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാലോ. തൊട്ട ഈ ബ്ലും പോലെ ഇരിക്കുന്ന സാധനം. തലയിൽ മുടി ഒതുങ്ങിയിരിക്കാൻ നമ്മൾ ജെല്ല് തേക്കില്ലേ? അതേപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും കണ്ടിട്ടില്ലേ? അത് തന്നെ കഠിന മാധ്യമത്തിനും ദ്രാവകത്തിനും ഇടയിലുള്ള അവസ്ഥ. സോളിഡും അല്ല ലിക്വിഡും അല്ല. പിന്നെ ചുമ്മാ ഈ ബ്ലും എന്നൊക്കെ പറഞ്ഞ ജെല്ലിന് അങ്ങനെ കൊച്ചാക്കാനൊന്നും പറ്റില്ല കേട്ടോ. പ്രമേഹം മൂലമുണ്ടാകുന്ന മുറിവുകൾ വരെ ഉണക്കാൻ സാധിക്കുന്ന ജെല്ലുകൾ ഗവേഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരാശിക്ക് ഉപയോഗപ്രദമായ ഒരു ജെല്ല് കണ്ടുപിടിക്കുക എന്നതായി എൻ്റെ ലക്ഷ്യം. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഗൈഡ് എനിക്കൊരു വാക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇലക്ട്രോക്രോമിസം. കേൾക്കാൻ ഇച്ചിരി കടുപ്പമുള്ളതാണെങ്കിലും കാര്യം വളരെ ലളിതമാണെന്നേ. വേറൊന്നുമല്ല, ഈ ഓന്തില്ലേ, ഓന്തിന്റെ സ്വഭാവം അത് തന്നെ. എന്താ ഓന്തിന്റെ പ്രത്യേകത? അവ പരിസ്ഥിതിയോട് പ്രതികരിക്കുന്നതിനും അവയുടെ ആശയവിനിമയത്തിനും വേണ്ടി നിറം മാറ്റിക്കൊണ്ടിരിക്കും. അതേപോലെ ഒരു വസ്തുവിൽ നമ്മൾ വൈദ്യുതി കൊടുക്കുന്നതനുസരിച്ച് നിറം മാറുന്ന പ്രതിഭാസത്തെയാണ് ഇലക്ട്രോക്രോമിസം എന്ന് പറയുന്നത്. അല്ല, ഈ ഇലക്ട്രോക്രോമിസത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? സ്മാർട്ട് വിൻഡോസ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്വിച്ച് ഇട്ടാൽ നിറം മാറുന്ന ജനലുകൾ. ഇവിടെ ജെല്ലിന്റെ റോൾ എന്താണ്? ഈ ജനൽപ്പാളികൾക്കിടയിലുള്ള നിറമില്ലാത്ത ജെല്ലുകൾ നമ്മൾ വൈദ്യുതി കൊടുക്കുന്നതനുസരിച്ച് അദാര്യമാകും. പിന്നീട് വൈദ്യുതി പിൻവലിക്കുമ്പോൾ അവർ നിറമില്ലാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതായത് ഈ ജനലുകളുടെ പാരദർശകത അഥവാ ട്രാൻസ്പെറൻസിയെ നമുക്ക് വൈദ്യുതി വഴി നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി വ്യത്യസ്ത നിറമുള്ള ജെല്ലുകളാണെങ്കിലോ അവയെ നമുക്ക് ഇലക്ട്രോണിക് ഡിസ്പ്ലേകളിലും സ്മാർട്ട് വാച്ചസിലും ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഇലക്ട്രോക്രോമിസം കാട്ടുന്ന ജെല്ല് കണ്ടുപിടിച്ചാലോ? അതിനു വേണ്ടിയിട്ട് നമുക്കൊരു അടിസ്ഥാന ഘടകം വേണം. നമ്മൾ എടുത്തിരിക്കുന്ന ജെല്ലിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് 2 വ്യത്യസ്ത മോളിക്യൂളുകൾ ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിനെ നമുക്ക് ജെല്ലാക്കി മാറ്റാൻ വേണം. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഘടനയെ നമുക്ക് നിറയെ ശാഖകളുള്ള ഒരു മരമായിട്ട് സങ്കല്പിക്കാം. ഈ മരത്തിലേക്ക് നമ്മൾ കുറെ കുരങ്ങന്മാരെ പറഞ്ഞു വിടാമെന്ന് വിചാരിക്കുക. കുരങ്ങന്മാരെന്ത് ചെയ്യും? ഒരു ശാഖയിൽ നിന്ന് മറ്റേ ശാഖയിലേക്ക് ചാടിക്കളിക്കും. അതേപോലെ നമ്മൾ ഈ കോമ്പൗണ്ടിനെ ഒരു ലായകത്തിൽ അലിയിപ്പിക്കണം. എന്നിട്ട് ഇതിനെ ദ്രാവക രൂപത്തിലേക്ക് ആക്കിയിട്ട് അതിനകത്തേക്ക് നിശ്ചിത അളവിൽ വെള്ളത്തിൽ എന്താ ഉള്ളത്? H2O മോളിക്യൂൾ. ഇതിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളോട് കൂട്ടുകൂടി ഈ കുരങ്ങന്മാർ ചാടിക്കളിക്കുന്നത് പോലെ ചാടിക്കളിച്ച് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അല്ല, എന്താ ഈ ഹൈഡ്രജൻ ബോണ്ട്? ഈ ആറ്റങ്ങളിലെ ഏറ്റവും സൈസ് കുറവുള്ള ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റം. എന്നാൽ ഈ ഇത്തിരി കുഞ്ഞന്മാരായ ഹൈഡ്രജൻ ആറ്റങ്ങൾ വമ്പന്മാരായ നൈട്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് വേണോ വേണ്ടേ, തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇലക്ട്രോൺ ഷെയറിംഗ് ഇല്ലാതെ ബോണ്ട് ഉണ്ടാക്കും. ഇതാണ് നോൺ കോവാലന്റ് ഇന്ററാക്ഷൻ. പക്ഷെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള കോമ്പൗണ്ടിനെ പിടിച്ചു നിർത്തി ജെല്ലാക്കി മാറ്റുന്നത്. ഈ ജെല്ല് പിന്നെ തലകുത്തി നിർത്തിയാലും അവൻ ഒഴുകൂല. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ജെല്ല്. ഇനി ഈ ജെല്ലിന്റെ ഘടനയെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് വെച്ച് ഇമേജിങ് എടുത്തു.
അതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ആ സെം ഇമേജിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ചകിരി പോലെ ഫൈബറസ് ഘടനയുള്ള ഒരു ജെല്ലാണ്. ഈ ഫൈബറസ് ഘടനയാണ് നമ്മുടെ ദ്രാവക രൂപത്തിലുള്ള കോമ്പൗണ്ടിനെ പിടിച്ചു നിർത്തി ജെല്ലാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളത്? ഒരു വൃക്ഷം, നിറയെ ശാഖകൾ. ഈ ശാഖകളാണല്ലോ ജെല്ലുണ്ടാക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് നമുക്ക് അവരെ ജെലേറ്റർ എന്ന് വിളിക്കാം. ഇനി ഒരു മരത്തടി ഉണ്ടല്ലോ, ഈ മരത്തടി ഇലക്ട്രോക്രോമിസം കാണിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രോക്രോമിക് ജെല്ല് കിട്ടില്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ മരത്തടിയിൽ ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. ഈ നൈട്രജൻ ആറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കൊച്ചു പിള്ളേര് കുളം കര എന്ന് പറഞ്ഞ് ചാടിക്കളിക്കില്ലേ, അതേപോലെ തന്നെ നൈട്രജന് ചാടിക്കളിക്കാൻ സാധിക്കും. പക്ഷെ കുളം കര എന്ന് പറയാൻ പറ്റില്ല, ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഈ കോമ്പൗണ്ടിനെ ദ്രാവക രൂപത്തിലേക്ക് ആക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വൈദ്യുതാവേശം അഥവാ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നിറമില്ലാതിരുന്ന ദ്രാവകം ഈ നൈട്രജൻ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് മൂലം, ഒരു ഇലക്ട്രോണിനെ കളയുന്നത് മൂലം നിറമില്ലാതിരുന്ന ദ്രാവകം മഞ്ഞ നിറമാകും. പിന്നീട് നമ്മൾ ഈ പൊട്ടൻഷ്യൽ പിൻവലിക്കുമ്പോൾ തിരിച്ച് നിറമില്ലാത്ത അവസ്ഥയാവും. അതായത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഇലക്ട്രോക്രോമിസം നമുക്ക് ദ്രാവക രൂപത്തിൽ കിട്ടി. പക്ഷേ ഇതേ കോമ്പൗണ്ടിനെ നമ്മൾ ജെൽ സ്റ്റേറ്റിലേക്ക് ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഒരു പൊട്ടിപ്പോയ മഞ്ഞപ്പട്ടം പോലെ ദേ ജെല്ലിൽ ഇലക്ട്രോക്രോമിസം പറന്നുപോയി. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമുക്ക് ജെല്ലിൽ ഇലക്ട്രോക്രോമിസം കിട്ടിയില്ല. പക്ഷേ തളരരുത് രാമൻകുട്ടി, തളരരുത് എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ഈ രണ്ട് മോളിക്യൂളുകളെ യോജിപ്പിക്കുന്നതിനിടയിലുള്ള ആറ്റങ്ങളെ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലോ എന്ന് ചിന്തിച്ചു. നമ്മൾ ഉണ്ടാക്കിയ ജെല്ലിന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവാതിരിക്കില്ലല്ലോ. എന്നാ പിടിച്ച നമ്മുടെ രണ്ടാമത്തെ കഥ, പൂമുഖപ്പടിയിൽ ഇലക്ട്രോണുകളെയും കാത്ത്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അതായത് വിറവലല്ല, ഞാനൊരു സംഗതി ഇട്ടതാണ്. അതായത് ഇവിടെ ഭാര്യയല്ല, നമ്മൾ ഇലക്ട്രോണുകളെ കാത്തു നിൽക്കുന്ന ഒരു ഹൈഡ്രജൻ ആണെന്ന് മാത്രം. അതായത് രണ്ട് മോളിക്യൂളുകളെ യോജിപ്പിക്കുന്നതിനിടയിൽ വീണ്ടും ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. ഈ നൈട്രജൻ ആറ്റം വീണ്ടും ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് അവരുടെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് ബോണ്ട് ഉണ്ടാക്കി നിൽക്കുകയാണ്. പക്ഷേ ഈ നൈട്രജന് ഒരു സ്വഭാവമുണ്ട്. അവൻ ആളും തരമൊക്കെ നോക്കിയിട്ട് ഗുണ്ടായിസം പുറത്തെടുക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഇത്തിരി കുഞ്ഞനായ ഹൈഡ്രജൻ ഇങ്ങനെ കൈകോർത്ത് നിൽക്കുക. അപ്പോൾ ഈ നൈട്രജൻ വേഗം തന്നെ ഹൈഡ്രജനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കും. എന്നിട്ട് അവനിലെ ഇലക്ട്രോണിനെ, ആ ബോണ്ടിലുള്ള ഇലക്ട്രോണിനെ അവനിലേക്ക് വലിക്കും. അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പം ഈ ഹൈഡ്രജൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഒന്ന് കൈകോർക്കാൻ പോയതാ, ഉള്ള ഇലക്ട്രോണും കൂടെ പോകാനായി. അപ്പം ഉണ്ട് ദാ വരുന്നു കുറേ ആൾക്കാർ ആനിയോണുകൾ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണൊക്കെ ബാഗിലാക്കി ഇലക്ട്രോൺ വേണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഈ വരണവരുടെ എല്ലാവരും കൂടെ ഒന്നും നമ്മുടെ ഹൈഡ്രജൻ പോയില്ല കേട്ടോ. ആദ്യം ഫ്ലൂറൈഡ് വന്നു, ഹൈഡ്രജൻ പോയില്ല. ക്ലോറൈഡ് വന്നു, ബ്രോമൈഡ് വന്നു, അയോഡൈഡ് വന്നു. ഇവരുടെ ആരോടൊപ്പം ഹൈഡ്രജൻ പോയില്ല. അപ്പം ഉണ്ട് ദാ നമ്മുടെ സൈനൈഡ് അയോൺ കുളിച്ച് കുട്ടപ്പനായിട്ട് വരുന്നു. അപ്പം ഈ ഹൈഡ്രജന് വേഗം തന്നെ ഒരു ഫീലിങ്സ് വരും. ഹൈഡ്രജൻ വേഗം തന്നെ നമ്മുടെ സൈനൈഡിൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. അതായത് നമ്മൾ വിവിധ തരത്തിലുള്ള സംയുക്തങ്ങൾ ജെല്ലിലേക്ക് ആഡ് ചെയ്തെങ്കിലും നമ്മുടെ ഈ ഹൈഡ്രജനെ എടുത്തുകൊണ്ട് പോകാനുള്ള ശക്തി അഥവാ ന്യൂക്ലിയോഫിലിസിറ്റി ഈ സൈനൈഡിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ മുന്നും നോക്കാതെ ഈ ഹൈഡ്രജൻ സൈനൈഡിൻ്റെ കൂടെ പോവാണ്. പക്ഷേ ഈ ഹൈഡ്രജൻ സൈനൈഡിൻ്റെ കൂടെ പോയിന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നതാണ് NMR സ്പെക്ട്ര. നമുക്കെല്ലാവർക്കും വിരലടയാളങ്ങളില്ലേ, ഫിംഗർ പ്രിന്റ്. അതേപോലെ തന്നെ എല്ലാ ആറ്റങ്ങൾക്കും അവരുടേതായ വിരലടയാളങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഒരു NMR സ്പെക്ട്രയിലാണ്. അപ്പം നമ്മൾ ആദ്യം ഈ കോമ്പൗണ്ടിൻ്റെ NMR സ്പെക്ട്ര എടുത്ത് നോക്കും. അപ്പോൾ ഉണ്ട് ഈ ഹൈഡ്രജൻ്റെ വിരലടയാളം അവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് സൈനൈഡ് ആഡ് ചെയ്തിട്ട് വീണ്ടും നോക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ വിരലടയാളം പോയിട്ട് അവൻ്റെ പൊടി പോലും കാണാനില്ല. അതായത് ജെല്ലിലേക്ക് നമ്മൾ സൈനൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ സൈനൈഡിൻ്റെ കൂടെ പൊക്കളഞ്ഞു. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഹൈഡ്രജൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള നമ്മുടെ കോമ്പൗണ്ടിനെ പിടിച്ചു നിർത്തി ജെല്ലാക്കി മാറ്റിയിരുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ജെല്ല് നശിക്കാൻ തുടങ്ങും. അതായത് ജെല്ല് ദ്രാവക രൂപമായി മാറാൻ തുടങ്ങും, ജെല്ല് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് ജെല്ലിൽ ഇലക്ട്രോക്രോമിസം കാട്ടിയില്ലെങ്കിൽ എന്താ? മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു സൈനൈഡിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ജെല്ല് നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, തുടക്കത്തിൽ പറഞ്ഞത് ആലോചിച്ചതൊന്ന്, തുടങ്ങിയത് വേറൊന്ന്, എത്തി നിൽക്കുന്നതോ മറ്റൊന്നില്.
അതെ, ജെല്ലിൽ ഇലക്ട്രോക്രോമിസം തപ്പിപ്പോയ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ സൈനൈഡിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ജെല്ലിലാണ്. ഇനി ഇതൊരു പ്രാവർത്തിക ഘട്ടത്തിലേക്ക് ആക്കാനായി നമുക്ക് ഇനിയും യാത്ര ചെയ്യണം. ജെല്ലിന്റെ അത്ഭുത ലോകവുമായി ഇനിയും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു.